വൈകിയോ? ആ ചിട്ടിയുടെ പൈസ കൊടുത്താ? എത്ര? ചിട്ടിയുടെ പൈസ ചിട്ടി പൈസ കൊടുത്തു. അത് എത്രയാണോ ചോദിക്കണേ? 2500 നാത്തൂനെ ഏൽപ്പിച്ചു. കാരണം ചിട്ടിക്കാരൻ വരുമ്പോ വൈകൂലേ, പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റിന്റെ സമയം തെറ്റി പോലെ. നീ എത്ര പൈസ എടുത്തതെന്ന് പറ. അത് ചിട്ടിയുടെ പൈസ 2500. പിന്നെ എന്തിനാ 5000 രൂപ എടുത്തു? വേറെ 2500 വെച്ചിട്ട് 3 പ്രാവശ്യം എടുത്തത് എന്തിനാന്ന്? അങ്ങനെ എടുക്കില്ലല്ലോ, 2500 അല്ലേ എടുക്കുള്ളൂ. അതല്ലേ ചിട്ടിയുടെ പൈസ. പൈസ എടുക്കാതെ അതിന് മെസ്സേജ് വരൂലല്ലോ. മെസ്സേജോ? അതിലാ 2500 രൂപ വെച്ചിട്ട് 3 പ്രാവശ്യം പൈസ എടുത്തിട്ടുണ്ട്. അത് എന്തിനാ എടുത്തത് നീ ചോദിക്കണേ? അതെ, അടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടാ. ഇവിടെ ഒന്ന് ബഹളം വെച്ച് കഴിഞ്ഞ ആളുകൾ അറിയും. നീ മര്യാദ സത്യം പറഞ്ഞു. അത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ വൈകി. അപ്പൊ ഞാൻ ATM പോയിട്ട് പിന്നെ നാത്തൂന്റെ അടുത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും വൈകുമല്ലോ എന്ന് ഓർത്തപ്പോ ATM കാർഡ് ക്ലീറ്റ് ചേട്ടന്റെ കയ്യിൽ കൊടുത്തു. ഈ മന്ദിനൊക്കെ എന്ത് വേണം? അപ്പൊ എന്തിനടി അവന്റെ കയ്യിൽ കൊടുത്തത്? അല്ല, അങ്ങനെ എന്നെ പറ്റിക്കൂലെന്ന് പ്രത്യേകം പറഞ്ഞതോ. ഞാൻ വിശ്വസിച്ചേട്ടാ. അപ്പൊ അവന്റെ സ്വഭാവം നിനക്ക് ഇതുവരെ അറിയില്ലേ? അങ്ങനെ ചതിക്കോ? ചതിക്കില്ല. ഇല്ല, ചതിക്കില്ലല്ലോ. അവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടല്ലോ. കനക വേഗം ബാങ്കിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്യുക, അല്ല അതിൽ 10 പൈസ ഉണ്ടാവൂലട്ടാ. അവൻ വേറെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാ? ഇല്ല. ഇല്ല. അപ്പൊ നിനക്ക് പറ്റില്ലെങ്കിൽ നിനക്കത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട്. ഏട്ടാ, ഞാൻ ഇറങ്ങിയപ്പോ വൈകി. അപ്പോയിന്റ്മെന്റിന്റെ സമയം തെറ്റായിരിക്കും, ഞാൻ ഓടി വന്നതാ. എടാ കനക ഇനി വർത്താനം പറഞ്ഞ് നിൽക്കാതെ പോയിട്ട് അത് മേടിച്ചെടുക്കാൻ നോക്ക്. കഴുതനൊക്കെ എന്തിനു പറയണടോ? എന്തൊരു കഷ്ടമാണ്. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട്. കുടിച്ചേ.